ഹായ്, വെൽക്കം ബാക്ക് ടു റാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഞാനിന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി റോസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു റോസല്ല, ഒരുപാട് റോസസ് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു പീച്ചും വൈറ്റും കളർ കോമ്പിനേഷനിൽ വരുന്നതാണ്. ഈ ഒരു റോസ് വിരിയുന്ന സമയത്ത് ചെറുതായിട്ട് മാത്രമേ ഈ ഒരു പീച്ച് ഷെയ്ഡ് കാണാൻ പറ്റുള്ളൂ. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് വരും കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്, ഒരു വയലറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. ഒരു അടിപൊളി റോസ്, നമ്മുടെ 7 days റോസ് പോലെയൊക്കെ നിൽക്കും. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക തരത്തിലുള്ള പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റും ഒരു വയലറ്റ് ഷെയ്ഡുമാണ്. പിന്നെ അത് ഈ ഒരു റോസ് വെറൈറ്റി ആണ്, ടൈഗർ റോസ് വെറൈറ്റിയിൽ വരുന്നതാണ്. എനിക്ക് പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. മജന്തയിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ സ്ട്രൈപ്സ്, പിങ്കും വയലറ്റും കൂടെ കലർന്നിട്ട് വരുന്ന സ്ട്രൈപ്സ് ആണ് കേട്ടോ. ഇപ്പം കാണിച്ച പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഓരോന്ന് വീതം മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഓരോ പ്ലാന്റ്സ് വീതമേ ഉള്ളൂ. ഇത് വന്നിട്ട് ഡീല മാൽമേസൺ ഡേവിഡ് ഓസ്റ്റിൻ റോസ് വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റാണ് ഡീല മാൽമേസൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഡീല മാൽമേസൺ റോസ് നമുക്ക് ഏകദേശം ഒരു 20 പ്ലാന്റ്സ് ഇപ്പം സെയിലിന് റെഡി ആയിട്ടുണ്ട്. വലിയ പോട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഔട്ട്ലെറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. ഓൺലൈൻ ത്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ DTDCയുടെ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. ഇത് വന്നിട്ട് ബോണിക്ക 82 ആണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ബോണിക്ക 82ൻ്റെ തൈകളുണ്ട്. അതുപോലെ തന്നെ അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഒറ്റ നോട്ടത്തിൽ റോസ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ. പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ബട്ടർഫ്ലൈ റോസിൻ്റെ തൈകളാണ് നമ്മുടെ അടുത്തതായിട്ടുള്ള വെറൈറ്റി എന്ന് പറയുന്നത്. നാടൻ ബഡ്ഡിങ് തൈകളാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെയർ ആയിട്ട് വരുന്ന ഒരു ക്ലൈംബിംഗ് റോസ് ആണ്. ഇതിൻ്റെ ഐഡി എന്ന് പറയുന്നത് ബേബി റൊമാൻറ്റിക്ക എന്നാണ് കേട്ടോ. നല്ലൊരു മൂവ്മെൻ്റ് ഉള്ളൊരു ഐറ്റമാണ് ഈ ഒരു ബേബി റൊമാൻറ്റിക്ക റോസ്. കുറച്ച് തൈകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഹെറോഗേറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. മഞ്ഞയും ചുമപ്പും കളറിലാണിത് ഫ്ലവറിങ് ആവുന്നത്. വിരിയുന്ന സമയത്ത് ഒരു യെല്ലോ ഷെയ്ഡും നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഓറഞ്ചും റെഡും ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇടയ്ക്ക് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ കളറെന്ന് പറയുന്നത് ചന്ദന കളറാണ് കേട്ടോ. പക്ഷേ പൂക്കളത് ഇങ്ങനെ ഒരു കൊട പോലെ വിരിഞ്ഞ് നിൽക്കും. ഇതിൻ്റെ പ്ലാന്റ്സ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. അത് കണ്ടില്ല, ഹൈറ്റ് കണ്ടില്ല, എന്തോരം ഹൈറ്റാന്നുള്ളത് ആ ഒരു പ്ലാന്റിന്. അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. ചന്ദന റോസാണ് ID വരുന്നത് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. നമ്മൾ സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സെയിലിന് കൊണ്ടുവന്നൊരു വെറൈറ്റി ആയിരുന്നു. ഇതിൻ്റെ പൂക്കൾക്ക് അത്യാവശ്യം വലിപ്പം കൂടുതലാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഞ്ചായിട്ട് പൂക്കുകയും ചെയ്യും. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്, ആപ്രിക്കോട്ട് റോസ് എന്നാണ് ID വരുന്നത്. ഏകദേശം നമ്മളെ ഡേവിഡ് ഓസ്റ്റിൻ റോസിൻ്റെയൊക്കെ ഷേപ്പിൽ വരുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ആപ്രിക്കോട്ട്. ഇതിൻ്റെയും കുറച്ച് തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് റെഡ് പിനാക്കിയോ റോസാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും. ഒരു പൂവായിട്ടൊരു പ്ലാന്റ് നിന്നാൽ പോലും പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ കപ്പ് ഷേപ്പിലാണ് പൂക്കൾ വരുന്നത്. ഇത് വന്നിട്ട് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ്. വളരെ കുറച്ച് തൈകൾ മാത്രമേ, ഒരു 5 പ്ലാന്റ്സിനകത്ത് മാത്രമേ മാർഗോ കോസ്റ്റർ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളൂ. കുറച്ച് പ്ലാന്റ്സ് ഉണ്ടാകുന്നത് സോൾഡ് ഔട്ടായി. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് കൂടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ബ്രിട്ടീഷ് ക്യൂനാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രിട്ടീഷ് ക്യൂൻ റോസിൻ്റെ തൈകളാണ് അടുത്തതായിട്ടുള്ളത്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. നമുക്ക് ഏകദേശം ഒരു 50 പ്ലാന്റ്സിനകത്ത് ബ്രിട്ടീഷ് ക്യൂൻ്റെത് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് 7 days റോസ് ആണ് കേട്ടോ. ഇതാണ് 7 days റോസ്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു റോസാണ്. 7 ദിവസം കൊഴിയാതെ വാടാതെ നിൽക്കുന്നതുകൊണ്ടാണ് 7 days റോസ് എന്നതിന് പേര് വന്നിട്ടുള്ളത്. അടുത്ത റോസ് എഡ്വേർഡ് സെക്കൻഡ് എന്ന് പറയുന്നൊരു റോസ് വെറൈറ്റിയാണ്. പനിനീർ റോസിൻ്റെ ചേച്ചി എന്ന പേരിൽ ഫേമസ് ആയ ഒരു വെറൈറ്റി റോസാണ്. നല്ല ഭംഗിയുള്ള പൂക്കളും അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഈ ഒരു റോസ് വെറൈറ്റിക്ക്. പനിനീർ റോസിനോട് തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്രയും സ്മെല്ലുള്ളൊരു റോസ് വെറൈറ്റി കൂടെയാണ്. അടുത്തതായിട്ട് താജ്മഹൽ റെഡ് ആണ്. താജ്മഹൽ റെഡിനെ കുറിച്ചിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. വലിപ്പത്തിൻ്റെ കാര്യത്തിലായാലും ആ ഒരു പ്ലാന്റിൻ്റെ ലീഫിൻ്റെ കാര്യത്തിനായാലും ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു റോസ് വെറൈറ്റി ആയിരുന്നു. ഓൺ റൂട്ടഡ് ആണ് കേട്ടോ. അടുത്തതായിട്ട് ബട്ടർഫ്ലൈ റോസ് ആണ്. ഇതാണ് ബട്ടർഫ്ലൈ റോസ്. പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് കേട്ടോ പൂക്കൾ വരുന്നത്. നിറയെ പൂക്കളുണ്ടാവും. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നാടൻ പനിനീർ റോസാണ് കേട്ടോ. അത് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് പനിനീർ റോസ് ഉള്ളത്. ഒരുപാട് പേര് നമ്മളടുത്ത് എൻക്വയറി ചെയ്യുന്നൊരു വെറൈറ്റി കൂടെയാണ് നാടൻ പനിനീർ റോസ്. ഇപ്പം നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് അഹല്യ കസിൻ ബ്രദർ എന്ന് പറഞ്ഞ് പേരിൽ ഫേമസ് ആയേക്കുന്ന ഒരു റോസ് വെറൈറ്റി കൂടെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു. കുറച്ച് കസ്റ്റമേഴ്സാണ് എനിക്ക് ഈ ഒരു പേര് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു വല്ലാത്തൊരു വയലറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു പ്ലാന്റ് കാണുന്നത്.
ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഈ ഒരു റോസ് വെറൈറ്റിയുടെ പേര് ബേബി പാരഡൈസ് എന്നാണ്. വിരിയുന്ന സമയത്ത് പിങ്കും നല്ലൊരു സിൽവർ കളറുമാണ് വരുന്നത്. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഫുള്ള് ഒരു ഒരു റെഡിഷ് പിങ്ക് ആയിട്ട് മാറും. ഇത് താജ്മഹൽ റോസ് അല്ല, സോറി, ISRO എന്ന് പറയുന്ന ഒരു റോസ് വെറൈറ്റി ആണ്. വൈറ്റ് കളറിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഉള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനുണ്ട്. അതുപോലെ തന്നെ താജ്മഹൽ റെഡ് റോസ് കണ്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് പൂത്ത് നിൽക്കുന്നതെന്നുള്ളത്. ഇതിൻ്റെയും ഏകദേശം കുറച്ച് പ്ലാന്റ്സ്, ഒരു 20 പ്ലാന്റ്സിനകത്ത് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ ലോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യാം. കാട്ടാക്കട അമ്പലത്തിങ്കാലയാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. ഇത് ഓർക്കിഡ് റോസ് വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ്, പൂക്കൾ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ഓർക്കിഡ് റോസ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഇപ്പോൾ ഉണ്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാർഗോ കോസ്റ്ററിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമുക്കിപ്പോൾ പൂക്കൾ ഇങ്ങനെ ഫുള്ളായിട്ട് വിടർന്ന് വരില്ല, അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത. അതിനേക്കാളും വിടർന്ന് വരാത്തൊരു ടൈപ്പാണ് ഈ ഒരു മാർഗോ കോസ്റ്റർ റെഡും ഓറഞ്ചും. മൊട്ട് പോലെ തന്നെ നിൽക്കും. നമ്മുടെ ഊട്ടിപ്പൂവൊക്കെ കണ്ടിട്ടില്ല, ആ ഒരു അങ്ങനെ ആയിരിക്കും ഈ ഒരു റോസ് ഉണ്ടാവുക കേട്ടോ. അടുത്തതായിട്ടൊരു ക്രീപ്പർ റോസാണ്. ക്രീപ്പർ റോസിൻ്റെ നെയിം വന്നിട്ട് പെർഫ്യൂം ബ്രീസ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളിപ്പോൾ ഉണ്ട്. ഈ ഒരു റോസ് വെറൈറ്റിയുടെ എനിക്ക് അറിയില്ല. വിരിയുന്ന സമയത്ത് മൊട്ട് ഇങ്ങനെ വിടർന്ന് വരുന്ന സമയത്താണ് കേട്ടോ കാണാനായിട്ട് കൂടുതൽ ഭംഗി. കാരണം ആ ഒരു വൈറ്റ് കളർ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റൂട്ടോ ഇതുപോലെ. അടുത്തതായിട്ട് കൊത്തുമഞ്ഞയാണ്. കൊത്തുമഞ്ഞയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. കൊത്തുമഞ്ഞയുണ്ട്, അതുപോലെ തന്നെ നാടൻ മഞ്ഞയുണ്ട്, മാംഗോ യെല്ലോ ഉണ്ട്, മിനിയേച്ചർ യെല്ലോ ഉണ്ട് കേട്ടോ. ഈ 4 ടൈപ്പ് നമുക്ക് യെല്ലോ പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിന് റെഡിയാണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയില്ല, പക്ഷേ പിങ്ക് കളറാണ്. നല്ലൊരു സ്മെല്ലുള്ളൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ. ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലാക്ക് റോസ് ആണ്. ബ്ലാക്ക് റോസ് ദ ബ്ലാക്ക് ഡിലേറ്റ് എന്നാണ് ഐഡിയ വരുന്നത് കേട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സെയിം സൈസ് ചാനുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരിക കേട്ടോ. താങ്ക് യു.